വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആൻ അസറ്റ് എക്സിഹിബിറ്റ്സ് നോ പ്രോബ്ലം ഇൻ ദ ബാങ്കർ ഇൻ നോർമൽ കോഴ്സ് അതർ ദാൻ ദ യൂഷ്വൽ ബിസിനസ്. അതായത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണോ, ഡൗട്ട്ഫുൾ ആണോ, ലോസ് അസറ്റ്സ് ആണോ, പെർഫോമിംഗ് അസറ്റ്സ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു അസറ്റ് എക്സിബിറ്റ് ചെയ്യുന്നു, അതിന് നോ പ്രോബ്ലം ആണ്. ബാങ്കറുടെ കേസിൽ നോ പ്രോബ്ലം ഇൻ ദ ബാങ്കർ ഇൻ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് അതർ ദാൻ ദ യൂഷ്വൽ ബിസിനസ്. യാതൊരു പ്രോബ്ലം ഇല്ലാത്ത അസറ്റ്സിനെ നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കാറ്? സബ്സ്റ്റാൻഡേർഡ് ആണോ, ഡൗട്ട്ഫുൾ ആണോ, ലോസ് ആണോ, പെർഫോമിംഗ് ആണോ? തീർച്ചയായിട്ടും മീൽഡുകളൊക്കെ ഉണ്ട്, യാതൊരു പ്രശ്നങ്ങളൊന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല. അങ്ങനത്തെ അസറ്റിനെ നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കുക? പെർഫോമിംഗ് അസറ്റായിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത് അല്ലേ? ഓക്കെ, അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ, എ ലോൺ ഗ്രാൻറ്റഡ് ഫോർ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് NPA ഇഫ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് ദെയറോൺ റിമൈൻസ് ഓവർ ഡ്യൂ ഫോർ. അതായത് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിനാണ് കൊടുത്തിട്ടുള്ളത്, ലോണ് ഗ്രാൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ NPA ആവണമെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ, ഇൻട്രസ്റ്റ് അടക്കം എത്ര മുടങ്ങണം, എത്ര ഓവർ ഡ്യൂ ആയാലാണ് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിനെ NPA ആയി കണക്കാക്കുന്നത്? 1 ക്രോപ്പ് സീസൺ ആണോ, 2 ക്രോപ്പ് സീസൺ ആണോ, 1 ഇയർ ആണോ, മോർ ദാൻ 90 ഡേയ്സ് ആണോ? എങ്ങനെയാണ് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിനെ നമ്മൾ പരിഗണിക്കാറുള്ളത്? അതായത് 1 ക്രോപ്പ് സീസൺ ആണ് ഈ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുക. എന്നാൽ ഷോർട്ടാണെങ്കിൽ 2 ക്രോപ്പ് സീസൺ കഴിഞ്ഞാലാണ് നമ്മൾ NPA ആക്കുള്ളൂ കേട്ടോ. അത്രയും അടവ് മുടങ്ങിയാൽ മാത്രമേ. 2 ക്രോപ്പ് സീസൺ കഴിഞ്ഞിട്ടും അടവുകൾ കറക്റ്റ് ആവണില്ലെങ്കിലാണ് എന്ത് ചെയ്യുക? NPA ആയിട്ടുള്ള കാറ്റഗറിയിലേക്ക് അവരെ മാറ്റുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് NFS ഇൻ ഇന്ത്യ ഈസ് യൂസ്ഡ് ഫോർ. NFS എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ആണോ, ക്രെഡിറ്റ് സ്കോറിംഗ് ആണോ, ATM നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് ആണോ, ഫോറക്സ് സെറ്റിൽമെൻറ്റ്സ് നടത്തുന്നതാണോ? എന്താണ് NFS എന്നത്? ATM നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതാണ് NFS കേട്ടോ. നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ATM നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് ആണ് നടത്തുന്നത്. നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻസ് ഇൻ ഇന്ത്യ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി, അതായത് നമ്മുടെ IDRBT, അത് റിസർവ് ബാങ്കിൻ്റെ ഒരു സബ്സിഡിയറിയാണ്. അതാണിത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ, ഡെവലപ്പ് ചെയ്തത് NFS 2004. ഇപ്പോൾ പക്ഷേ അത് വർക്ക് ചെയ്യുന്നത് NPCIയുടെ അണ്ടറിലാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻ്റർ ഓപ്പറബിൾ നെറ്റ്വർക്ക് ഓഫ് ATMs ഇൻ ദ നേഷൻ. അതായത് ATMകളുടെ എല്ലാം ഒരു നെറ്റ്വർക്കാണ് എന്ത് NFS എന്ന് പറഞ്ഞത്. അത് തുടങ്ങിയത് ആരാണ്? IDRBT ആണ് തുടങ്ങിയത് 2004. പിന്നെ അത് NPCI ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ഇൻ ഇന്ത്യ ഈസ് യൂസ്ഡ് ഫോർ ATM നെറ്റ്വർക്ക് ഓപ്പറേഷൻസ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് NPCI? NPCIയുടെ ഫങ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് UPI ആണോ, മാനേജിങ് RTGS ആണോ, മാനേജിങ് IMPS ആണോ, ഓപ്പറേറ്റിംഗ് റുപ്പേ ആണോ? ഇതിലേതാണ് അല്ലാത്തത്? അപ്പോൾ ഓപ്പറേറ്റിംഗ് UPI നോക്കാം. UPI ഓപ്പറേറ്റ് ചെയ്യുന്ന ആരെന്നെയാണ്? NPCIയുടെ അണ്ടറിലാണ് UPI ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത്. RTGS അവിടെ നിൽക്കട്ടെ, IMPSും ആരെന്നെയാണ്? NPCI ആണ്. റുപ്പേ കാർഡും എന്താണ്? NPCIയുടെ, നമ്മുടെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് കാർഡാണ് റുപ്പേ കാർഡ് എന്നത്. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? മാനേജിങ് RTGS ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മാനേജിങ് RTGS ആരുടെ ജോലിയല്ല? NPCIയുടെ ജോലിയല്ല. അതൊന്ന് ഓർത്തിരിക്കുക. അത് സെൻട്രൽ ബാങ്കാണ്, അല്ലെങ്കിൽ RBI ആണ് ഈ RTGS, അതുപോലെ തന്നെ NEFT, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസസ്, ECS എന്നറിയപ്പെടുന്ന നാഷണൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, NECS എന്ന് പറയൂ കേട്ടോ. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ് കേട്ടോ. അതായത് സെൻട്രൽ സിസ്റ്റം RBI ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക, അത് NPCIയുടെ ചുമതലയല്ല. ദ സെൻട്രൽ സിസ്റ്റം വിൽ ബി ഓപ്പറേറ്റഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദ ബാങ്ക്. ബാങ്കാണ്, ബാങ്കിലൂടെ ത്രൂ ആണ് പോവുക, ബാങ്കാണ് അത് മാനേജ് ചെയ്യുന്നത്. പിന്നെ ബാങ്കിനെ മാനേജ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. സെൻട്രലൈസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം മീൻസ് ആൻഡ് ഇൻക്ലൂഡ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് ആയിക്കോട്ടെ, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ആയിക്കോട്ടെ, നാഷണൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് RBI ആണ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക.
NPCIയുടെ ഫംഗ്ഷൻ അല്ല മാനേജിങ് RTGS, NEFT, NECS എന്നത്. നെക്സ്റ്റ് ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ചോദ്യമാണ്. ഈസ് യൂസ്ഡ് ഫോർ, എന്തിനാണ് ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. മൊബൈൽ റീചാർജസിനാണോ, ഓൺലി ആണോ, ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ഓൺലി ആണോ, യൂണിഫൈഡ് ബിൽ പേയ്മെൻറ്റ് സർവീസസിനാണോ, ക്രെഡിറ്റ് കാർഡ് സെറ്റിൽ ചെയ്യാനാണോ? ഒരു NPCIയുടെ പ്രൊഡക്റ്റാണ് എന്ത്, ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം എന്നത് കേട്ടോ. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് RBI ആണ്, പിന്നെ റണ്ണിങ് ഒക്കെ ആരാണ്, NPCI ആണ്. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ബിൽ പേയ്മെൻറ്റ് സർവീസസ് ആണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂണിഫൈഡ് ബിൽ പേയ്മെൻറ്റ് സർവീസസ് ആണ് അവരുടെ ലക്ഷ്യം. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരാണ്? NPCIയുടെ പ്രോഡക്റ്റാണ് ഈ ഒരു BBPS. ഓക്കെ, അപ്പോൾ എന്താ അവർ ചെയ്യുന്നത്? വിത്ത് ദ ഗോൾ ഓഫ് പ്രൊവൈഡിങ് എ സ്റ്റാൻഡേർഡ്, ആക്സസബിൾ ആൻഡ് എഫിഷ്യൻറ്റ് ബിൽ പേയ്മെൻറ്റ് എക്സ്പീരിയൻസ് ആണ് അക്രോസ് ദ കൺട്രി. രാജ്യം മുഴുവൻ വർക്ക് ചെയ്യുന്ന ബിൽ പേയ്മെൻറ്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്, ആക്സസബിൾ ആൻഡ് എഫിഷ്യൻറ്റ് പേയ്മെൻറ്റ് സർവീസാണ് എന്ത്, BBPS എന്നത്. നെക്സ്റ്റ് വന്നിട്ട് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ്. ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് ഒരു ഇൻഫോർമൽ ഗ്രൂപ്പാണ്. അതിൽ എത്ര മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. 20 to 25 ആണോ, 4 to 10 ആണോ, 2 to 7 ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇത്രയാണ് ഉത്തരമായിട്ട് വരിക. നമുക്കറിയാം JLG എന്ന് വെച്ചാൽ എന്താണ്, ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ് JLG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലെത്ര മെമ്പേഴ്സാണ് ഉണ്ടാവുക? 4 മുതൽ 10 വരെയാണ് ഉണ്ടാവുക. ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന നമ്മുടെ കുടുംബശ്രീയൊക്കെ പോലെ തന്നെ. അത് പിന്നെ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ കൺസെപ്റ്റ് തന്നെയാണ് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പും. ബാങ്ക്സ് പ്രൊവൈഡ്, അവർക്ക് കൊളാട്രൽ ഫ്രീ ലോൺസ് ഒക്കെ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് മെക്കാനിസം, അവർ പരസ്പരം മ്യൂച്വൽ എഗ്രിമെൻറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ആ ഒരു കൂട്ടായ്മയ്ക്ക് അധിഷ്ഠിതമായിട്ടാണ് അവർ ലോൺസ്, മ്യൂച്വൽ എഗ്രിമെൻറ്റ് വഴിയാണ് ലോൺസ് കൊളാട്രൽ ഫ്രീ ആയിട്ടാണ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മോസ്റ്റ്ലി മെമ്പേഴ്സ് സിമിലർ ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിട്ടുള്ളവരായിരിക്കും കേട്ടോ. ഏകദേശം എല്ലാവരുടെ ലിവിങ്, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും സെയിം ആയിരിക്കും. അങ്ങനെ ഒരു ഫാം സെക്ടർ ആവാം, അല്ലെങ്കിൽ നോൺ ഫാം സെക്ടർ ആവാം, അത് ഏതുമാവാം, സെക്ടർ ഏതുമാവാം. പക്ഷേ അവരുടെ മ്യൂച്വൽ അഗ്രിമെൻറ്റ് വഴിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതാണ് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നബാർഡ് 100% റീഫിനാൻസിങ്ങിന് JLGക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാങ്ക്സ് ത്രൂ ആണത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹില്ലി ഏരിയാസൊക്കെ അങ്ങനത്തെ റൂറൽ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലാണ് കൂടുതലും അങ്ങനെ ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ഫസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATMs ഇൻ ഇന്ത്യ. ATMകളുടെ ഫസ്റ്റ് നെറ്റ്വർക്ക്, നമ്മളിപ്പോൾ ഒരു പിന്നെ നെറ്റ്വർക്കിൻ്റെ പഠിച്ചു, ATMൻ്റെ നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു അത്? NFS ആയിരുന്നു അല്ലേ, നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ആയിരുന്നു. അപ്പം നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ചാണ് ഇപ്പോൾ ഉള്ള നെറ്റ്വർക്ക് അതിൻ്റെ ഒരു ഷെയർഡ് ആയിട്ടുള്ള ATMകളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ളത് NFS ആണ്. അപ്പോൾ ആദ്യത്തെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ ഏതാണ്? ആദ്യത്തെ സ്വാധൻ എന്ന് പറഞ്ഞ സ്കീമായിരുന്നു കേട്ടോ. സ്വാധൻ എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATMs ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ആണ് കേട്ടോ. ഇപ്പോൾ പ്രസൻ്റ്ലി ആരാണ് നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATMs ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? NFS ആണ്, നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ആണ്. ഇപ്പം NFS ഡെവലപ്പ് ചെയ്ത ആരാണ്? നമ്മൾ പറഞ്ഞതാണ് IDRBT ആണ്. ഓക്കെ, ഇപ്പോൾ NFS ഓൺ ചെയ്യുന്നത് ആരാണ്? NPCI ആണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ NFSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആരാണ്? NPCI ആണ്. പക്ഷേ ലോഞ്ച് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത് ആരാണ്? IDRBT ആണ്. നമ്മുടെ RBIയുടെ സബ്സിഡിയറി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATM ആരാണ്? സ്വാധനാണ്. സ്വാധൻ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ആണ് സ്വാധൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോഴത്തെ നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATM ഏതാണ്? NFS ആണ് കേട്ടോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെബിറ്റ് കാർഡ്സ് ഇൻ ഇന്ത്യ. ഡെബിറ്റ് കാർഡുകളുടെ ഒരു ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? നരസിംഹം കമ്മിറ്റിയാണോ, സെറഫ് കമ്മിറ്റിയാണോ, രംഗരാജനാണോ, നൺ ഓഫ് ദീസ് ആണോ? ആരാണ്? സെറഫ് കമ്മിറ്റിയാണ് ഈ ഒരു നെറ്റ്വർക്ക്, ഡെബിറ്റ് കാർഡാണ് കേട്ടോ. ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ഫേക്ക് കാർഡ് വിത്ത് ആക്ച്വൽ ഡീറ്റെയിൽസ് ഇൻ ദ റിയൽ കാർഡ് ബട്ട് മാനുഫാക്ചർ ഫ്രോഡുലൻ്റ്ലി ആൻഡ് നോട്ട് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക്. അതായത് ഒരു ഫേക്ക് കാർഡായിരിക്കും, ആക്ച്വൽ ഡീറ്റെയിൽസ് ഒക്കെ റിയൽ കാർഡിൻ്റെ പോലെ തന്നെ ആയിരിക്കും, പക്ഷേ മാനുഫാക്ചർ ചെയ്തത് കള്ളത്തരത്തിലൂടെയാണ്. ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് അല്ല ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള കാർഡുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ്? ബ്ലൂ കാർഡ്, പിങ്ക് കാർഡ്, വൈറ്റ് കാർഡ്, നൺ ഓഫ് ദിസ്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് വൈറ്റ് കാർഡ്സ് എന്നാണ് അറിയപ്പെടുക കേട്ടോ. എന്താ അറിയപ്പെടുക? ഈ വൈറ്റ് കാർഡ്സിന് നല്ലൊരു പേരുണ്ട്, കൗണ്ടർ ഫീറ്റ് കാർഡ് ആണ് അറിയപ്പെടുക. എന്താ പറയുക? കൗണ്ടർ ഫീറ്റ് കാർഡ്. ആ ഒരു പേരിലാണ് ചിലപ്പോൾ അറിയുണ്ടാവുക. കൗണ്ടർ ഫീറ്റ് കാർഡ് ഓൾസോ നോൺ ആസ് വൈറ്റ് കാർഡ്സ്. അപ്പോൾ അതെന്താണ്? ഇതൊരു ഫേക്ക് കാർഡാണ്. ആക്ച്വൽ ഡീറ്റെയിൽസ് ഇൻ ദ റിയൽ കാർഡാണ്, ബട്ട് മാനുഫാക്ചർഡ് ഫ്രോഡൻലി ആണ്, നോട്ട് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക്. ഏതോ ഒരു സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജൊക്കെ അങ്ങനത്തെ കാർഡുകൾ ഉണ്ടാക്കി കാശൊക്കെ അടിച്ചു മാറ്റുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലത്തെ കൗണ്ടർ ഫീറ്റ് കാർഡ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് ഫെയിൽഡ് ATM ട്രാൻസാക്ഷൻ ഷുഡ് ബി റിസോൾവ്ഡ് ബൈ ദ ബാങ്ക് വിത്തിൻ ഡാഷ് ഡേയ്സ്. എത്ര ദിവസത്തിനകമാണ് ഫെയിൽഡ് ATM ട്രാൻസാക്ഷൻസ്? എല്ലാ ATM ട്രാൻസാക്ഷൻസും സക്സസ്ഫുൾ ആവണം എന്നില്ല അല്ലേ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യില്ല, പിന്നെ കാശ് കിട്ടില്ല. ചിലപ്പോൾ കാശ് ഇറങ്ങും അക്കൗണ്ടിൽ നിന്ന്, പക്ഷെ നമുക്ക് കാശ് കയ്യിൽ കിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഫെയിൽഡ് ആയിട്ടുള്ള ATM ട്രാൻസാക്ഷൻസ് റീസോൾവ് ചെയ്യാൻ ബാങ്ക് എത്ര ദിവസത്തിനകം റീസോൾവ് ചെയ്ത് നമുക്ക് പൈസ തരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, എത്ര ദിവസത്തിനുള്ളതാണ്? 7 ഡേയ്സിനാണ് കേട്ടോ. 7 ഡേയ്സ്, വിത്തിൻ 7 ഡേയ്സാണ് ഇങ്ങനത്തെ റീസോൾവിങ് പീരീഡ് വരുന്നത്. ഇവിടെ ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഒരു 5 ഡേയ്സും കൂടി നമ്മൾ ചെക്ക് ചെയ്യുമ്പം കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് ഫെയിൽഡ് ATM ട്രാൻസാക്ഷൻ ഷുഡ് ബി റീസോൾവ്ഡ് ബൈ ദ ബാങ്ക് വിത്തിൻ 7 ഡേയ്സ് എന്നാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. T+5 എന്നാണ് നമ്മുടെ RBI അല്ലെങ്കിൽ ബാങ്ക്സ് പറയുന്നത്. T+5 എന്നാണ്. അതായത് T+5 എന്ന് പറഞ്ഞിട്ടാണ് അവർ തരിക. ബിക്കോസ് അത് പറയാൻ കാരണം വെച്ചാൽ ട്രാൻസാക്ഷൻ ഫെയിൽ ആയതിന് 5 ദിവസം ആണ് ബാങ്കിന് അവർ കൊടുക്കുന്നത്. RBI കൊടുക്കുന്നത് ബാങ്കിനോട് 5 ദിവസത്തിനകം റെഡിയാക്കണം എന്നാണ്. പക്ഷേ ബാങ്ക് നമുക്ക് പൈസ റീസോൾവ് ചെയ്ത് തരേണ്ടത് 7 ദിവസത്തിനകമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ T+5 എന്ന വാക്ക് ഇതുമായി കണക്റ്റഡ് ആണ്. T+5 എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആയ സമയം തൊട്ട് 5 ദിവസത്തിനകം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലൈൻറ്റിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്നാണ്. പക്ഷേ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ശരിക്കും 30 ദിവസത്തിനകം നമ്മൾ കൊടുക്കണം എന്നാണ്. കംപ്ലൈൻറ്റ് ലോഡ്ജിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സ് ആണ്. ഈ ഫെയിൽഡ് ട്രാൻസാക്ഷൻസ് നടന്ന 30 ദിവസത്തിനകം നമ്മൾ എന്ത് ചെയ്യണം? 30 ഡേയ്സിനകമാണ് കംപ്ലൈൻറ്റ് ലോഡ്ജ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മുടെ ഒരു പണിയാണ്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെ കംപ്ലൈൻറ്റ് ലോഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തില്ല, ബാങ്ക് അപ്പം തന്നെ ജാഗരൂകരാവണം. ബാങ്ക് റീസോൾവ് ചെയ്ത് തരേണ്ടത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ്? 7 ദിവസത്തിനകമാണ്. ഇനി ഇത് ഫെയിൽ ടു റീസോൾവ് ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവർ ലയബിൾ ടു പേ ആണ്. 100 പെർ ഡേ ഓഫ് ഡിലേ. ഒരു കസ്റ്റമർക്ക് 100 പെർ ഡേ, എത്ര ഡേ ആണോ ഡിലേ ആവുന്നത് അത് 100 രൂപ വെച്ച് പേ ചെയ്യണം. അതും കൂടി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കി തരണം കേട്ടോ. അത് നമ്മൾ പ്രത്യേകിച്ച് ഇനി അതിന് വേണ്ടിയിട്ട് നടക്കുകയൊന്നും വേണ്ട. അതും അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. ഇത് RBIയുടെ സർക്കുലർ വഴിക്ക് ഇറങ്ങുന്ന ചാർജസ് ആണ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻസ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ കോപ്പറേറ്റീവ് ലോ ആണ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റെഗുലർ ആയിട്ടുള്ള വോയിസ് ക്ലാസ് വിത്ത് PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ. പിന്നെ നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ വഴി തന്നെയാണ് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു കോഴ്സിൽ വിശേഷങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കാനുള്ള ദിവസങ്ങൾ കൂടുതൽ പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ താങ്ക് യു.